പാട്ട് വണ്ണി കണ്ടാണ് തന്നെ. അത് കഴിഞ്ഞിട്ടൊരു കടലായിരുന്നു. കടലിൽ വന്നെത്തി. ഇനി കുറച്ച് മലകൾ കടന്നു പോകണം. ഈ കടലിൻ്റെ നടുക്കെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ വന്ന വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഈ വഴി എങ്ങനെയാണ് പോകേണ്ടതെന്നൊരു പിടുത്തമില്ല. ഇവിടെ മൊത്തം വെള്ളവും കല്ലും ഒക്കെ തന്നെ. ഈ പാറകളൊക്കെ കടന്ന് അങ്ങോട്ട് പോകണം. എത്ര ദൂരം ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് അറിയത്തില്ല കേട്ടോ. എൻ്റെ മുകളിലോട്ട് ആൾക്കാർ പോകണം. ആർക്കും ഈ പാറകളൊക്കെ കടന്ന് അങ്ങോട്ട് പോകാൻ വയ്യ. കടൽ കണ്ടപ്പം അതിൻ്റെ തൃപ്തി അടഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി. പക്ഷെ നമ്മൾ മലയാളികൾ അങ്ങനെ വിട്ടു കൊടുക്കത്തില്ലേ. മലയാളികൾക്ക് ഒരു സുഖം ഉണ്ടല്ലേ. എന്തായാലും അതിൻ്റെ എൻഡ് വരെ കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്തായാലും പോകാൻ പറ്റുന്നിടത്തോളം എന്തായാലും ഞാൻ പോകും. എന്തായാലും പോയി നോക്കാം. കൊച്ചു കൊച്ചു പാറകളാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും മുമ്പിലോട്ട് തന്നെ പോവാം. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു മലകളും പച്ചപ്പും എല്ലാം കടലും ഇതെല്ലാം കണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇത് പാറയെന്ന് വെച്ചാൽ വലിയ കട്ടിയുള്ള പാറയൊന്നുമല്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് ഇറങ്ങണ്ട, പാറ വഴി ചാടിപ്പോയി കേട്ടോ. കുഞ്ഞു പാറയല്ലേ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളിലോട്ടൊരു ഗുഹ പോലെയാണ്. ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറാൻ നിൽക്കുന്നില്ല. പാറയുടെ വലിപ്പം കൂടി കൂടി വരുവാണല്ലേ. ഇത് പാറക്കല്ല് തന്നെ, പക്ഷേ എല്ലാം പൊടിഞ്ഞു പോണ രീതിയിലുള്ള പാറയാണ് കേട്ടോ. അവിടെ എല്ലാം ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ താഴെ വീഴാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ദൂരം എത്തി. ഇനി എത്ര ദൂരം പോകേണ്ടി വരുമെന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് ഒരുപാടുണ്ട്. പാറകൾ നിരന്ന് കിടക്കുകയാണ്. എൻ്റെ ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞ് പാറകളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയായാലും നമ്മൾ ഇതൊക്കെ ചാടി കിടക്കും. ഇതൊക്കെ എന്തല്ലേ. എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. ഇങ്ങോട്ടൊക്കെ വെള്ളം അടിച്ച് കയറിയിട്ടുണ്ട്. പാറയൊക്കെ പൊട്ടി താഴെ വീണാക്കുന്നു. പാറയ്ക്ക് വലിയ കട്ടിയുള്ള പാറയല്ല, അതാണ് ചവിട്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ്. പക്ഷെ വെള്ളം നല്ല ഫോഴ്സിലാണോ എന്ന് അടിക്കുന്നത്. ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പാറയുടെ മണ്ടയിൽ കൂടെ നടന്നു പോകാൻ പറ്റും. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇനി കുറച്ചധികം ദൂരമുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് കാഴ്ച കൊണ്ടുവരുന്ന നല്ല കാറ്റ്, അതുകൊണ്ട് നിൽക്കാൻ നല്ല സുഖമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങും ഞാൻ. നല്ല തണുത്ത കാറ്റും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇപ്പം ഞാൻ കയറി പാറയുടെ ഏറ്റവും മുകളിലെത്തി കേട്ടോ. നല്ല ഹൈറ്റായി കേട്ടോ. കൊച്ചു പാറ എന്ന് പറഞ്ഞിപ്പോൾ വലിയ പാറയുടെ മണ്ടയിൽ കയറി. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്നൊന്നും അറിയാൻ പോയി കേട്ടോ. നല്ല ഉയരമുണ്ട്. നല്ല ഇതിൻ്റെ മണ്ടയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങി വന്നത്. ഇപ്പം വലിയ വലിയ പാറകളാണ് കേട്ടോ. മലകളായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു പാറകളൊക്കെ മാറി. പക്ഷേ കൊള്ളാം. എന്തായാലും നല്ല രസമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനൊക്കെ കേട്ടോ പാറയുടെ മണ്ടയ്ക്കൊക്കെ കയറുന്നത്. ചടയമംഗലത്തൊക്കെ കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള പാറയുടെ മണ്ടയ്ക്ക് ആദ്യമായിട്ടാണ് കയറുന്നത്. പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ മനുഷ്യരില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വർക്കലത്തെ ബീച്ചിലെ പോലെ തോന്നുന്നുണ്ട്. വർക്കല ബീച്ചിൽ നിന്ന് അവിടെ ഇങ്ങനെ വെള്ളം ഒലിച്ച് പോകണ പോലെ ഒരു ഫീലുണ്ട്. അവിടെ ഇങ്ങനെയാണ്. പക്ഷെ പാറയില്ല കേട്ടോ, മണ്ണ് മാത്രമേ ഉള്ളൂ. ഇത് പാറയിൽ നിന്ന് വെള്ളം ഒലിച്ച് കടലിലോട്ട് പോകണമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ നിന്ന സ്ഥലം കാണാൻ പോലും വയ്യ കേട്ടോ. ഒരുപാട് ദൂരം എത്തി. ഇനിയും ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. ഇപ്പോൾ വേറെ ഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലക്ഷദ്വീപിലൊക്കെ കാണുന്ന പോലെ കല്ലുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇനിയിപ്പം എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. പാറകളൊക്കെ നിരാന്ന് കിടക്കുന്നത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, നടന്നു പോയി. ഈ മലയുടെ മണ്ടയിൽ കയറാൻ ഇത്തിരി പാടുണ്ട് കേട്ടോ. നേരത്തെ കയറിയപ്പം കൈയൊക്കെ ചെറുതായിട്ട് മുറിയുകയൊക്കെ ചെയ്തു. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ഫുള്ള് കാട് തന്നെ. കാടിൻ്റെ അകത്ത് കൂടെ പോകണ്ട. ഇനി അവിടെ വല്ല പാമ്പാണുണ്ടെങ്കിൽ എന്തായാലും ഇത് വഴി നടന്നു പോവാം. പക്ഷേ ഇത് അതിന് പാറയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കുഞ്ഞു കുഞ്ഞു പാറകളായത് ചവിട്ടി പോകാൻ കുഴപ്പമില്ല. മലകൾ വരായിരുന്നു ആദ്യം. നേരത്തെ കയറിയപ്പം തന്നെ അണഞ്ഞ്. ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. അതുകൊണ്ടാണ്. ഇനി തിരിച്ചെങ്ങനെ ഇറങ്ങുമെന്നാണ് ഒരു പാറ രണ്ടായിട്ട് പൊട്ടി പൊളന്ന് കിടക്കുന്നത്.
ഇത് കടലിൽ നിന്ന് വന്ന് അടിച്ച് വീഴുന്ന വേറെ ആളല്ലേ വേണം എന്തോ അല്ലേ, കടലടിച്ചിരുന്നേനാ എന്തോ. അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ കല്ലുകളുണ്ട് കേട്ടോ, പൂട്ടിക്കിടക്കുന്ന വേറെ ഇടയിൽ. എനിക്കിന്ന് ഇവിടെ മുമ്പ് വെള്ളം കയറി കിടന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ഇറങ്ങിപ്പോയതായിരിക്കും. എന്തായാലും നമുക്കെന്തായാലും മുന്നോട്ട് തന്നെ പോവാം. ഇത് എങ്ങനെ കയറി പോകുമെന്നൊരു പിടുത്തമില്ലാതെ കയറി പറയണം കേട്ടോ. എങ്ങനെയോ മുകളിലെത്തി, താഴെ കൂടെ നടന്ന് പോകാനേ പറ്റത്തുള്ളൂ. വേണ്ട, നല്ല ആഴമുണ്ട് ഇവിടെ. വെള്ളത്തിൽ കൂടെ നടന്ന് പോണ വലിയ റിസ്ക്കുള്ള കാര്യമാണ്. ഇവിടെ വെള്ളം നല്ല ഫോഴ്സിനാണ് വന്ന് അടിക്കുന്നത്. നല്ല താഴ്ചയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുവഴി പോയി കഴിഞ്ഞാൽ എന്നെ കടലം കൊണ്ടുപോയിക്കോളും. പിന്നെ സെൻറ്ററിൽ എവിടെയെങ്കിലുമൊക്കെ കടലിനെ എത്തിച്ചോളും. പിന്നെ അതിലോട്ട് പോകാനും നിന്നില്ല. ഇതുവഴിയൊക്കെ നടന്ന് കയറാൻ വലിയ പാട് തന്നെ കേട്ടോ, പ്രയാസം തന്നെ. അപ്പോൾ അതും ഫോൺ ഉപയോഗിച്ച് നടക്കുന്ന വലിയ പാട് തന്നെ. ഞാൻ മുകളിലെത്തി. ആണ്ടാ ഇതുവഴിയാ ക്രോസ് ചെയ്ത് വന്നു, അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നു കേട്ടോ. ഞാൻ സ്ട്രെയിറ്റ് വരാൻ നിന്നില്ല. അപ്പോൾ എനിക്ക് വന്ന് കടലിൻ്റെ നടുക്കെത്താറായെന്ന് തോന്നുന്നു. ഈ കണക്കിനാണെങ്കിൽ വെള്ളം നല്ല രീതി അടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ കടക്കുമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. സെൻറ്ററിൽ നല്ല വെള്ളമുണ്ട്, എങ്ങനെയാലും അപ്പുറത്ത് കടക്കണം. ഇവിടം വരെ എത്തിയിട്ട് തിരിച്ചു പോകാൻ വയ്യ, അതുകൊണ്ടാണ്. പക്ഷെ നല്ല വെള്ളമുണ്ട്. എന്തായാലും അപ്പുറത്ത് എങ്ങനെയും കിടക്കാം. ഫോൺ വെച്ചുകൊണ്ട് പോക്ക് നടക്കത്തില്ല, അതുകൊണ്ട് ഇപ്പുറത്തെത്തി. സൈഡിൽ കൂടെ പാറയിൽ പിടിച്ച് തൂങ്ങിയാണ് കയറിയത് കേട്ടോ. ഇതുവഴി ഈ വഴി നേരെ പിടിച്ച് കയറിയത്. പക്ഷേ ഞാൻ ഇപ്പുറത്തെത്തി. പക്ഷേ നല്ല താഴ്ച ഉണ്ടായിരുന്നു അവിടെ. എന്തായാലും ഇപ്പുറ സൈഡിലെത്തി. അവിടെ നിന്ന് ഞാൻ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വരുന്ന വഴികളൊക്കെ ഇത്തിരി ഡേഞ്ചറാണ് കേട്ടോ. കൈവിട്ട് താഴെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ, പിന്നെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും വീഡിയോ എടുക്കാനുള്ളൊരു ഹരം മൂത്തിരിക്കുന്നതുകൊണ്ടല്ലേ ഒന്നും നോക്കിയില്ല, അങ്ങ് ഓടിച്ചാടി അങ്ങ് പോകുമായിരുന്നു കേട്ടോ. കുറച്ച് ഡേഞ്ചറായിട്ടുള്ള വഴികളായിരുന്നു, എങ്കിലും വലിയ പേടിയൊന്നും ഇല്ലാതെ തന്നെ ഇനി വന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വലുതായിട്ടൊന്നും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇത്തിരി വെള്ളം ഇത്തിരി ശാന്തമായ കണക്ക് തോന്നുന്നു. ഒരുപാട് ഇനി അടിച്ച് കയറുന്നില്ല. എന്തായാലും മുന്നോട്ട് പോകും. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. വെള്ളം അടിച്ച് വീണേണ്ട സെൻറ്ററിലൊരു കല്ലുമുണ്ട്, നല്ലൊരു തെളിഞ്ഞ മോഡല്, നീരുറ പോലെ ഉണ്ട്. ഞണ്ടിനാരോ അടിച്ചു വന്ന് തിന്ന് കണക്കൊക്കെ ഇരിക്കുന്നു. അല്ല ജീവികളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് സിനിമയിലൊക്കെ കാണുന്ന പോലെ. അല്ല മനുഷ്യന്മാരൊന്നും ഇങ്ങോട്ട് വന്നതിൻ്റെ പാടുകളൊന്നും കാണുന്നില്ല. എനിക്ക് ഇതുവഴി ആദ്യമായിട്ട് പോണത് ഞാനാണെന്ന് തോന്നുന്നു കേട്ടോ. ഒറ്റ മനുഷ്യനെ ഇതിൽ കണ്ടതുമില്ല. ഇതൊക്കെ കുഞ്ഞ് പറകളാണ്, ചവിട്ടി കയറി പോകാൻ പറ്റുക. വലുതിലോട്ട് പോകാമായിരുന്നു. ഇത് വെള്ളമുണ്ട്, അതൊരു പ്രശ്നം. ചാടി പാറയെ പിടിച്ചാലും പിന്നെയും പോണ ഒരു പ്രയാസമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പാറയെ പിടിക്കുന്ന പിടി കൈ കിട്ടില്ലേ നേരെ വെള്ളത്തിലോട്ട് തന്നെ വീഴും. അതാ അതിൽ നിന്നും വലിയ പ്രശ്നം. ഇതിവിടെ ഓക്കെ, കിട്ടിയിട്ട് ഞാൻ അപ്പുറത്തെത്തി കേട്ടോ. ഇവിടെ നല്ല വഴുക്കലുണ്ട്, നല്ല തെറ്റലുള്ള സ്ഥലം. അതുകൊണ്ട് എത്ര ഹൈറ്റ് മുകളിൽ കയറി കേട്ടോ. കയറിയത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഇതെനിക്കും ദൈവത്തിനും മാത്രം അറിയാം അങ്ങനെ എത്തിയെന്ന്. എന്തായാലും അവിടെ നിന്ന് അപ്പുറത്തോട്ട് കിടന്നതെന്ന് വെച്ചാൽ താഴോട്ടിറങ്ങി ഇറങ്ങി പോകാനും പറ്റില്ല, മുകളിൽ കൂടെ തന്നെ പോകേണ്ടി വരും. പിന്നെ അവിടെ എങ്ങനെയോ പിടിച്ച് നല്ല തെറ്റിലുണ്ട്, വെള്ളം ഒലിപ്പുള്ളതുകൊണ്ട് നല്ലൊരു തെറ്റിലുണ്ടായിരുന്നു അവിടെ. എങ്ങനെയോ പിടിച്ച് തൊട്ടപ്പുറത്തോട്ടെത്തി. ഇനി അങ്ങോട്ട് കാടാണ്, ഇനിയും ഒരുപാടുണ്ട് കേട്ടോ അങ്ങ് പോവാൻ. എനിക്കൊന്ന് അങ്ങേ അറ്റം പോവേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയാണെന്നറിയാം. ഇനി എന്തായാലും ഒരു മണിക്കൂറായിട്ട് ഞാൻ ഈ പാറയുടെ മണ്ടയിൽ കയറി ഇറങ്ങുകയാണ് കേട്ടോ. ഇതുവരെ ഇനി എത്തിയില്ല. ഇനി ഈ പാറയുടെ മണ്ടയിൽ എങ്ങനെ കയറുമെന്നൊരു പിടുത്തമില്ല. ഇത്രയും വലിയത് പിന്നെ ഇതിങ്ങനെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ റോപ്പൊക്കെ കൊണ്ടുവന്ന്, എൻ്റെ റോപ്പൊന്നുമില്ല കേട്ടോ. കൈവച്ച് പിടിച്ച് കയറുന്നത് തന്നെ. എങ്ങനെ ഇതിനെ മണ്ടേ കയറി പോകുമെന്നൊരു പിടുത്തമില്ല. എന്തായാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ പോവും. എന്തായാലും തീരുമാനിച്ച്. ഇവിടെ പിന്നെ സൈഡിലോട്ട് വലിയ പ്രശ്നമില്ല, ഈ സൈഡിൽ കൂടെ ചവിട്ടി. ഓഹോ, ബോട്ടുകാർ വരുന്നു കേട്ടാ. അത് എൻ്റെ തിരക്ക് വരികയാണ് കേട്ടാ. എനിക്കൊന്ന് ഇങ്ങോട്ട് അലൗഡല്ല, അവർ എൻ്റെ അടുത്ത് ബോട്ട് വരുന്നു. എന്തിനാണെന്നൊരു പിടുത്തമില്ല. ഇനിയല്ല ഇവിടെ നിന്ന് ഞാൻ ഒന്ന് പെട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് രക്ഷിക്കാൻ വരുന്നതാണെന്തോ.
ലൈഫ് ഗാർഡാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. തകർത്ത് വരുന്നുണ്ട്, നല്ല സ്പീഡിന് വരുവാണ്. അല്ലാതെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ മീൻ പിടിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. എന്തൊക്കെയോ എന്നെ ഒരു തങ്ങളിലെന്തോ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മളെ നാടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ. ഇവിടെ ഫൈനാ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ടാന്ന് അറിയാൻ വയ്യ. ഇനി ഇങ്ങോട്ട് മുമ്പിലോട്ട് പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാർ ഓടിച്ചിട്ട് പിടിക്കും മിക്കാറ്. ഇവിടെയാണെങ്കിൽ ഓടി രക്ഷപ്പെടാനും പറ്റില്ല. ഇവിടത്തെ ജയിലിൽ പോയി കിടക്കാനൊന്നും വയ്യ. എന്തായാലും നൈസായിട്ട് കൈ കാണിക്കുന്നുണ്ട്, എൻ്റെ കൈ കാണിച്ച് അവർ കരയ്ക്ക് അടുപ്പിക്കുവാണ് കേട്ടോ. ഇവിടെ എന്താണ് സംഭവം എന്നറിയാൻ വയ്യ. കരയ്ക്ക് അടുപ്പിക്കുന്നുണ്ട്. ഒരുത്തൻ വെള്ളത്തിലോട്ട് ചാടി. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത്തിരി റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നല്ലത് നൈസായിട്ട് എസ്കേപ്പ് അടിക്കാം. തിരിച്ച് വന്ന വഴി തന്നെ പോവാം. ഇനി അങ്ങോട്ട് കയറി പോകാൻ റോപ്പും ഇല്ല. പിന്നെ അതുമല്ല ഇവന്മാരെ കൈപ്പെട്ട് കഴിഞ്ഞാൽ ഇവന്മാർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ആ വരുന്ന വഴിക്ക് ഇവിടെ അവൻ്റെ തിരിച്ച് റിട്ടേൺ ഞാൻ വന്നതാണ് കേട്ടോ. റിട്ടേൺ കഴിഞ്ഞ് എത്താറായി മറ്റേ ഇറങ്ങിയെടുത്ത്. അതിൻ്റെ സൈഡിൽ ആൾക്കാരൊന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ഇതെന്തോ ഇരയാണ് അതിന് ചൂണ്ടയ്ക്കുള്ള. എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ കൊച്ച് എന്തോ ഐറ്റംസ് അത് ചൂണ്ടയ്ക്ക് വേണ്ടി ഉണക്കായിട്ടാക്കുവാണ്. ഇതാണ് ചൂണ്ടയ്ക്കിടുന്നത്. ഞാനിപ്പോൾ എത്തി, തിരിച്ച് റിട്ടേൺ എത്തി. പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ. റിട്ടേൺ വന്നത് സ്പീഡിന് വന്നിട്ട് അങ്ങോട്ട് പോയപ്പോൾ 1 മണിക്കൂർ പുറത്തെടുത്ത്. ഇങ്ങോട്ടിൽ അവന്മാരെ കണ്ടുകൊണ്ടാണ് തോന്നുന്നു ഓടിയുണ്ട് പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. പെട്ടെന്ന് ഞാൻ്റെ അവന്മാർ എന്നെ ചാടാൻ പിടിച്ച വീഡിയോ ആണ് കേട്ടോ ഞാൻ നേരത്തെ എടുത്ത്. അവന്മാർ ചാടി ഇറങ്ങിയത് മാത്രമേ അവന്മാർക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അപ്പോഴേ വലിഞ്ഞു കേട്ടോ അവിടെ നിന്ന്. ഞാൻ നേരത്തെ അത് വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടതാണ് എൻ്റെ. ഓക്കെ, അവന്മാർ എന്നെ പിടിക്കാൻ വേണ്ടി എനിക്കൊന്ന് ഞാൻ അവിടെ പെട്ടുപോയി രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അവന്മാരവിടെ നിന്ന് വെള്ളത്തിൽ ചാടി അടുത്തോട്ട് വരാനായിട്ട് നോക്കി. അങ്ങനെ ഒരുത്തൻ കൈ കാണിച്ചിട്ട് അവിടെ നിൽക്കുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ അവിടെ നിന്നിട്ട് ഇതാക്കി വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കുടിക്കാൻ വെള്ളം വേണമെന്നൊക്കെ ഇങ്ങനെ കുപ്പി വെച്ച് കാണിച്ച് ചോദിച്ചായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. നേരെ വിട്ടടിച്ചങ്ങ് പോയി. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അവിടെ നിൽക്കാൻ വലുതായിട്ട് നിന്നില്ല. അല്ലേ, ഒരുപാട് അടുപ്പിക്കാനായിട്ട് നോക്കിയായിരുന്നു. ഈ സമയത്താണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്തായാലും ഇവർ രണ്ടുപേരാണ് വന്നത്. ഞാൻ വീഡിയോ ലാസ്റ്റ് ആയി പോയത്. നേരത്തെ ഇട്ടത് മാറിപ്പോയി. അതാണ്. അല്ല, ഇവർ രണ്ടുകൂടെ എന്തൊക്കെയാണ് ചോദിച്ച് പറഞ്ഞു തന്നിട്ട് ഇപ്പം മറ്റവനാണ് എൻ്റെ പുറകെ വന്നത്. പിന്നെ അവൻ മുങ്ങി എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് കൊള്ളാം. ചിലപ്പോൾ ഫൈൻ അടിക്കുമായിരിക്കും, അതാ അല്ലെങ്കിൽ അവിടെ പെട്ടുപോയെന്ന് വിചാരിച്ച് രക്ഷിക്കാൻ വന്നതാണെന്നൊന്നും അറിയത്തില്ല. കൂടുതലായിട്ട് അറിവൊന്നുമില്ല. അവൻ്റെ മറ്റവൻ കയറും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റവൻ വെള്ളത്തിൽ കൊണ്ട്. അവൻ കരയ്ക്ക് അടുപ്പിക്കാനുള്ള പരിപാടിയാണ്ടായിരുന്നു. ഞാൻ കൂടുതലായിട്ട് നിൽക്കാൻ നിന്നിട്ട് വെറുതെ പണി മേടിക്കണ്ട എന്താണ് സംഭവം. ചിലപ്പോൾ രക്ഷിക്കാൻ വന്ന് എനിക്ക് നൈസായിട്ട് ആ ബോട്ടിൽ കയറി പോകുമായിരുന്നു. എന്നാലും വേണ്ട, റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് നേരെ അവിടെ നിന്ന് ഓടിയെങ്കിൽ രക്ഷപ്പെട്ടു. ഇത്രയേ ഉള്ള വീഡിയോയിൽ. ഇതുവരെ എന്നെ രക്ഷിക്കാൻ വന്നവരെ വീഡിയോ ആണ്. എന്തായാലും രക്ഷിക്കാൻ വന്നവർക്ക് ഒരു താങ്ക്സ് ഞാൻ പറയുന്നുണ്ട്. അവർ കേട്ടില്ല, എന്നാലും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയാം. അവരെന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. പാവം പിടിച്ചവൻ വെള്ളത്തിൽ ഇറങ്ങി ബോട്ട് കരയ്ക്കടിപ്പിക്കാനൊക്കെ നോക്കി. ഇനി ഇവിടെ അങ്ങോട്ട് മോട്ടർ ഉപയോഗിച്ച് പോകാൻ പറ്റത്തില്ല. ഇത് കൊണ്ടുവന്ന് കെട്ടണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കെട്ടി അടുപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. എന്തായാലും ഞാൻ അവിടെ പെട്ടുവെന്ന് വിചാരിച്ച് വന്നതാണ്. എന്തായാലും ഞാൻ അല്ലാതെ തന്നെ നൈസായിട്ട് ഞാൻ വന്നു. അതിനും വേണ്ടിയുള്ള പ്രയാസമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത്തിരി റിസ്ക് പിടിച്ച വഴിയായിരുന്നു. ഇതുവരെ ആദ്യം കൂടെ ആരും പോയിട്ടില്ല കേട്ടോ ആ വഴി കൂടെ. ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. മീൻ പിടിക്കുന്നവരെ തന്നെ ഞാൻ ലാസ്റ്റ് കണ്ടതെന്ന് വെച്ചാൽ തിരിച്ച് റിട്ടേൺ എത്തിയപ്പോഴാണ് ആ വഴി വെച്ച് കണ്ടത്. ഇത്രയും ദൂരമൊന്നും ആരും ഇതുവഴി വന്നിട്ടില്ല. എന്തായാലും ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ.